ഔസുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗം മാതാക്കളുടെ കാൽക്കീഴിൽ സ്ഥിതി ചെയ്യുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ സുപരിചിതമായ ഒരു ഹദീസ് നോക്കുക. ഇസ്ലാം സ്ത്രീക്ക് നൽകിയ അതിമഹത്തായ സ്ഥാനം. നമുക്കറിയാം, കുട്ടികളുടെ അതായത് സന്താനങ്ങളുടെ ശിക്ഷണ കാര്യത്തിൽ ഒരു മാതാവിൻ്റെ പങ്ക് എത്രമാത്രം വലുതാണെന്ന്. മറ്റു പല നിലകളിലും പുരുഷന്മാർക്ക് അതായത് പിതാക്കന്മാർക്ക് മാതാക്കളെക്കാൾ കൂടുതൽ പങ്കുണ്ട്. അതൊക്കെ ശരി തന്നെ. എന്നിരുന്നാലും കുട്ടികളുടെ പ്രാരംഭ ശിക്ഷണ കാര്യത്തിൽ മാതാക്കൾക്ക് തന്നെയാണ് ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ. ഈ ഒരു ഉത്തരവാദിത്തം അത്ര എളുപ്പമല്ലാത്തതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒന്നാണ്. ഈ ഒരു ശിക്ഷണം ആ കുട്ടിയിലും പിന്നീട് അത് സമൂഹത്തിലും ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് അത്രയും ആഴമേറിയതും ഗൗരവമേറിയതുമായ ഒന്നാണ്. ഈ ഒരു ഉത്തരവാദിത്തത്തെ വളരെ നല്ല രീതിയിൽ നിറവേറ്റുന്ന സ്ത്രീകൾ തീർച്ചയായും സമൂഹത്തിൻ്റെ അന്തസ്സും അഭിമാനവും വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി തീരുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം സ്ത്രീകൾക്ക് ഈ ഒരു വലിയ സ്ഥാനം നൽകി അനുഗ്രഹിച്ചത്. ഇതിനെ സംബന്ധിച്ച് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, പരലോകത്തെ സ്വർഗം മാത്രമല്ല ഈ ലോകത്തെ സ്വർഗവും മാതാക്കളുടെ കാൽക്കീഴിൽ തന്നെയാണെന്ന്. നാം നൽകുന്ന ശിക്ഷണവും വിദ്യാഭ്യാസവും എല്ലാം തന്നെ മറ്റെന്തിനേക്കാളും ആ കുട്ടിയിൽ പ്രഭാവം ചെലുത്തുന്നു. അതുപോലെ തന്നെ ഹുസൂർ റളിയല്ലാഹു അൻഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, സ്വർഗം മാതാക്കളുടെ കാൽക്കീഴിലാണെന്ന്. പ്രത്യക്ഷത്തിൽ സ്വർഗം മാതാക്കളുടെ കാൽക്കീഴിലാണ് എന്നല്ല ഇതിനർത്ഥം, മറിച്ച് നാം നൽകുന്ന ശിക്ഷണത്തിലൂടെ സ്വർഗം ലഭിക്കുന്നു എന്നാണ്. അതായത് നാം നല്ല രീതിയിൽ ശിക്ഷണം നൽകിയില്ല എങ്കിൽ, കുട്ടിയെ ദീനുമായി ബന്ധപ്പെടുത്തി വളർത്തിയില്ല എങ്കിൽ, അവരുടെ സ്വഭാവ സംസ്കരണത്തിൽ നാം വേണ്ടുവോളം ശ്രദ്ധ ചെലുത്തിയില്ല എങ്കിൽ കുട്ടികൾ നശിച്ചു പോകുന്നു. ഇത്തരം മാതാക്കളുടെ കാൽക്കീഴിൽ ഒരിക്കലും സ്വർഗം ഉണ്ടാകുന്നതല്ല. ഏതായാലും നമുക്കിതിനെക്കുറിച്ച് കൂടുതലായി പറഞ്ഞു തരാൻ നമ്മുടെ പാനലിൽ 2 പേര് കൂടെ ചേരുന്നുണ്ട്. നമുക്കവരെ പരിചയപ്പെടാം. സെമിഹ ജഫർ സാഹിബയും സഹദിയ ജഫർ സാഹിബയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. ആദ്യ ചോദ്യം സെമിഹ സാഹിബയോടാണ്. കുട്ടികളുടെ ശിക്ഷണ കാര്യത്തിൽ പ്രധാനപ്പെട്ടതെന്താണ്? മാതാക്കളുടെ പെരുമാറ്റത്തിലൂടെയാണ് കുട്ടികളുടെ അഭിരുചികൾ വളരുന്നത്. കുട്ടികളുടെ ശിക്ഷണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ധാർമ്മിക ബോധമുള്ള ഒരു സ്ത്രീക്ക് മാത്രമാണ് കുട്ടികൾക്ക് നല്ല നിലയിൽ ശിക്ഷണം നൽകാൻ കഴിയുക. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹ സമയത്ത് ദീനിയായ സ്ത്രീകളെ വേണം പുരുഷന്മാർ തിരഞ്ഞെടുക്കാൻ. അതുപോലെ ഓരോ സ്ത്രീകളും ഓരോ മാതാവും സ്വയം ദീനീബോധമുള്ളവരായി മാറാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യണം. അങ്ങനെയാവുമ്പോൾ ആ ഒരു ചുറ്റുപാടിൽ വളരുന്ന കുട്ടികൾ എപ്പോഴും ആ ഉമ്മാൻ്റെ നല്ല പ്രവർത്തികളും സൽസ്വഭാവവും ആയിരിക്കും കണ്ടു വളരുന്നത്. അത് തീർച്ചയായും അവരിൽ സ്വാധീനം ചെലുത്തുന്നതായിരിക്കും. ഇതിനെ സംബന്ധിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുന്നത്, ഓരോ മാതാക്കളും സ്വയം സൽവൃത്തരാവുകയും മക്കൾക്ക് വേണ്ടിയിട്ട് നന്മയുടെയും ഭയഭക്തിയുടെയും ഉത്തമ മാതൃകയായി മാറുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ മക്കളെയും ഭയഭക്തിയുള്ളവരും ദീനീബോധമുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യണം. പരിശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം. അതിനുശേഷം മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുന്നത്, നമ്മളെപ്പോഴും നമ്മുടെ സന്താനങ്ങൾക്കായിട്ട് അവരുടെ നന്മയായിരിക്കണം ആഗ്രഹിക്കേണ്ടത്. ഇനി അടുത്തതായി പറയാനുള്ളത് കുട്ടികളുടെ അഭിരുചികൾ വളരുന്നതിനെ കുറിച്ചാണ്. മാതാക്കൾക്ക് ഈ ഒരു കാര്യത്തിൽ വലിയ പങ്കുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ധാർമ്മിക ബോധമുള്ള ഇസ്ലാമിൻ്റെ ധാർമ്മിക നിയമങ്ങളെ അനുസരിക്കുന്ന ഒരു സ്ത്രീക്കാണ് നല്ല രീതിയിൽ കുട്ടികൾക്ക് ശിക്ഷണം നൽകാൻ കഴിയുക. അതുപോലെ നമ്മുടെ കുട്ടികളെയും എല്ലാ നിഷിദ്ധ കാര്യങ്ങളിൽ നിന്നും, ശരീഅത്തിന് വിരുദ്ധമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും തടയണം. ഏത് രീതിയിലെന്ന് ചോദിച്ചാൽ, സ്നേഹത്തോടെ വേണം നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഇതിനെ സംബന്ധിച്ച് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, മാതാക്കളുടെ ഈ കർമ്മങ്ങൾ അവരുടെ സന്താനങ്ങൾക്കായി ഹൃദയഹാരിയും മാധുര്യമുള്ളതുമായ ഒരു മാതൃകയാകുന്നു. മാതാക്കളുടെ ഈ വാക്കുകൾ കുട്ടികളുടെ കാതുകളിൽ തേനിൻ്റെയും അമൃതിൻ്റെയും തുള്ളികളായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ശരീരത്തിൻ്റെ ഓരോ കണികകളിലും എല്ലുകളിലും വരെ അത് അലിഞ്ഞു ചേർന്ന് അവരുടെ രക്തത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ട് അവർക്ക് ഒരു പുതുജന്മം തന്നെ നൽകുന്നു. മാതാക്കളുടെ പെരുമാറ്റം കുട്ടികളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് ഇതിൽ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നത്.
ഇതിലേക്ക് ഞാനൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. 2003 ബ്രിട്ടനിൽ വെച്ച് നടന്ന ജൽസ സാലാനയിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയതുല്ലാഹു തആല നടത്തിയ പ്രഭാഷണത്തിൽ മാതാക്കൾക്ക് വേണ്ട ചില ഗുണങ്ങൾ പറയുന്നുണ്ട്. അതായത് മാതാക്കൾ സൽപ്രകൃതക്കാരായിരിക്കണം, നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരായിരിക്കണം, ജമാഅത്തി വ്യവസ്ഥിതിയോട് പൂർണ്ണമായും അനുസരണമുള്ളവരായിരിക്കണം, അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം, പിന്നെ നമ്മുടെ മീറ്റിങ്ങുകളിലും ഇജ്തിമകളിലൊക്കെ കൃത്യമായി പങ്കെടുക്കുകയും ചെയ്യണം. ഇങ്ങനെയുള്ള സ്ത്രീകളുള്ള കുടുംബങ്ങളിലെ കുട്ടികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പൊതുവെ ദീനിനോട് താല്പര്യമുള്ളവരായിരിക്കും. അതേപോലെ അവർ മാതാപിതാക്കളെ അനുസരിക്കുന്നവരുമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാതാപിതാക്കൾ സ്വയം മക്കൾക്ക് ഒരു നല്ല മാതൃകയായി മാറണം എന്നുള്ളതാണ്. അതിനുശേഷം ഹുസൂർ തിരുമനസ് പറയുകയാണ്, നല്ല രീതിയിൽ മാതാക്കൾ മാതൃകയായിക്കൊണ്ട് ഉത്തമമായ ശിക്ഷണം കുട്ടികൾക്ക് നൽകിക്കൊണ്ട് അവരെ ഉത്തമവും ഗുണകരമായ പൗരനാക്കി മാറ്റുമ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത സ്വർഗം മാതാവിൻ്റെ കാൽക്കീഴിലാണ് എന്നുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. ജസാക്കല്ല. മാതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഹദീസ് ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹസ്രത്ത് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, മനുഷ്യൻ തൻ്റെ മരണാനന്തരം വിട്ടുപോകുന്ന ഉത്തമമായ കാര്യങ്ങൾ 3 ആകുന്നു: തൻ്റെ മാതാപിതാക്കൾക്കായി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്താനങ്ങൾ, എന്നെന്നും പ്രതിഫലം ലഭിക്കുന്ന സദഖ ജാരിയ, തങ്ങൾക്ക് ശേഷവും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന അറിവ്. അടുത്ത ചോദ്യം സഹദിയ സാഹിബയോടാണ്. കുട്ടികളുടെ ശിക്ഷണ കാലഘട്ടം എപ്പോൾ മുതലാണ് ആരംഭിക്കുന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാതാവിൻ്റെ ഉത്തരവാദിത്തം എന്തെല്ലാമാണ്? കുട്ടികളുടെ ശിക്ഷണ കാലഘട്ടം അവരുടെ ജനനത്തിന് മുമ്പ് മുതൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറ ആൽ ഇംറാനിൽ അള്ളാഹു പറയുന്നു, റബ്ബി ഹബിലി മില്ലദുൻക സുർരിയത്തൻ ത്വയ്യിബത്തൻ. അതായത്, ഞങ്ങളുടെ നാഥ, നീ എനിക്ക് പരിശുദ്ധരായ സന്താനങ്ങളെ നൽകണമേ. ഈ ദുആ കുട്ടികളുടെ ജനനത്തിന് മുൻപ് തന്നെ ചെയ്യാനായിട്ട് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ എല്ലാ നമസ്കാരത്തിലും അദ്ദേഹത്തിൻ്റെ മിത്രങ്ങൾക്കും സന്താനങ്ങൾക്കും ഭാര്യയ്ക്കും വേണ്ടി അദ്ദേഹം ദുആ ചെയ്യുമായിരുന്നു. താങ്കൾ ചോദിക്കുകയുണ്ടായി, കുട്ടികളുടെ ശിക്ഷണത്തിൽ മാതാക്കളുടെ ഉത്തരവാദിത്വങ്ങൾ എന്തെല്ലാമാണെന്ന്. ഇതിനെ സംബന്ധിച്ച് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ ദീനീ കാര്യങ്ങളും കുട്ടിക്കാലത്ത് തന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. കുട്ടികൾ വലുതാകുമ്പോൾ സ്വയം പഠിച്ചുകൊള്ളും എന്നൊരു ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കുട്ടിക്കാലത്ത് ദീനീ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാത്തവരുടെ മക്കൾ വലുതായി കഴിഞ്ഞാലും ദീനീ കാര്യങ്ങൾ പഠിക്കുകയില്ല. മുതിർന്ന പ്രായത്തിൽ അറിവ് കരസ്ഥമാക്കുന്ന വ്യക്തികൾ ഒരിക്കലും തന്നെ ഉന്നതിയിൽ എത്തിച്ചേരുകയില്ല. അതുപോലെ മുതിർന്ന പ്രായത്തിൽ ദീനീ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ ഹുസൂർ പറയുന്നു, കുട്ടികൾ എന്ന് പറയുന്നത് എന്തും നിറയ്ക്കാൻ പറ്റുന്ന ഒരു ഒഴിഞ്ഞ പാത്രം പോലെയാണ്. അതായത് അവരെല്ലാ കാര്യങ്ങളും പഠിക്കാൻ തയ്യാറായിരിക്കും. മറ്റൊരു കാര്യം, കുട്ടികളുടെ ശിക്ഷണത്തിൽ മാതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അവരിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കുക. അതുപോലെ അവരെ ബഹുമാനിപ്പിക്കാൻ പഠിപ്പിക്കുക. ബഹുമാനമില്ല എങ്കിൽ എത്ര നല്ലതും വലുതുമായ ഉപദേശമാണെങ്കിലും അവരതിന് യാതൊരു വിലയും വെക്കുകയില്ല. കുട്ടികളുടെ ശിക്ഷണത്തിൽ മാതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സൽവൃത്തരുമായിട്ടുള്ള സഹവാസമാണ്. അതായത് കുട്ടിക്കാലം മുതൽ തന്നെ കുട്ടികളുടെ ചുറ്റുപാടുകളും അവരുടെ സുഹൃത്ത് ബന്ധങ്ങളും മാതാക്കൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. ഇതിനെ സംബന്ധിച്ച് ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, ഒരു വ്യക്തിയിൽ അയാളുടെ സുഹൃത്തിൻ്റെ സ്വാധീനം ഉളവാക്കാറുണ്ട്. അതിനാൽ ആരെയാണ് സുഹൃത്താക്കേണ്ടത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഇതിനെ സംബന്ധിച്ച് തന്നെ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ള പറയുന്നു, ചില മാതാക്കൾ ഇക്കാര്യങ്ങൾ ഗൗനിക്കാറില്ല. എന്നാൽ അവരുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ എത്തരക്കാരാണ് എന്ന് മാതാപിതാക്കൾ കാണുന്നുണ്ടാകും. കുട്ടികളുടെ സുഹൃത്തുക്കൾ നല്ലവരാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ശിക്ഷണം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹസ്രത്ത് നവാബ് മുബാറക്ക ബേഗം സാഹിബ, അതായത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ മകള്, തൻ്റെ വന്ധ്യമാതാവിനെ സംബന്ധിച്ച്, അതായത് ഹസ്രത്ത് അമ്മാജാൻ റളിയല്ലാഹു അൻഹയുടെ ശിക്ഷണത്തെ സംബന്ധിച്ച് കുറച്ച് അടിസ്ഥാന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് വളരെ മാതൃകായോഗ്യമായ കാര്യങ്ങളാണ്. താൻ പലരുടെയും ശിക്ഷണത്തെ പറ്റി നോക്കിയിട്ടുണ്ടെങ്കിലും
തൻ്റെ മാതാവിൻ്റെ അത്രയും ശിക്ഷണ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു മാതാവിനെ താൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്നാണ് ഹസ്രത്ത് നവാബ് മുബാറക്ക ബേഗം സാഹിബ പറയുന്നത്. അതുപോലെ തന്നെ അടിസ്ഥാന കാര്യങ്ങളിൽ ഒന്നാമതായി പറയുന്നത് ഒരു മാതാവിന് തൻ്റെ കുട്ടിയിലുണ്ടായിരിക്കേണ്ട വിശ്വാസത്തെ സംബന്ധിച്ചാണ്. ഇങ്ങനൊരു വിശ്വാസം ഉണ്ടായിരുന്നാൽ ചെറുപ്രായത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കുമ്പോൾ കുട്ടിക്ക് തൻ്റെ ഉമ്മയ്ക്ക് തന്നിലുണ്ടായ വിശ്വാസത്തിൽ ഒരു കോട്ടം തട്ടി എന്നൊരു കുറ്റബോധവും ലജ്ജയും ഉണ്ടാവുകയും പിന്നീട് ആ കുട്ടി സ്വയം സംസ്കരിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് കളവിനോടുള്ള വെറുപ്പ്. അതായത് ഹസ്രത്ത് നവാബ് മുബാറക്ക ബേഗം സാഹിബ പറയുന്നു, ഹസ്രത്ത് അമ്മാജാൻ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, കുട്ടികളിൽ അനുസരണാശീലം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അവർ വികൃതികൾ കാണിച്ചാലും ഭയപ്പെടേണ്ടതില്ല. വികൃതി ക്ഷമിച്ചു കൊടുത്താലും കളവ് ഒരിക്കലും ക്ഷമിക്കരുത്. എൻ്റെ മക്കൾ ഒരിക്കലും കളവ് പറയില്ല എന്ന് ഹസ്രത്ത് അമ്മാജാൻ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു. ഈ ഒരു വിശ്വാസം തന്നെയാണ് തങ്ങളെ കളവിൽ നിന്ന് അകറ്റി നിർത്തിയതും അത് പിന്നീട് കളവിനോടൊരു വെറുപ്പുളവാക്കും വിധം ആയി എന്നുമാണ് ഹസ്രത്ത് നവാബ് മുബാറക്ക ബേഗം സാഹിബ പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം മാതാക്കൾ കഠിനമായി പെരുമാറുന്നതിനെ സംബന്ധിച്ചാണ്. തങ്ങളുടെ മാതാവ് ഒരിക്കലും കഠിനമായി പെരുമാറിയതായി തങ്ങൾക്ക് ഓർമ്മയില്ല എന്നും എന്നാൽ എപ്പോഴും അവരോടൊരു സ്നേഹഭയം ഉണ്ടായിരുന്നുവെന്നും ഈ ഒരു ഭയം നിമിത്തം സ്വയം സംസ്കരിക്കപ്പെടുകയുമായിരുന്നു എന്നും ഹസ്രത്ത് നവാബ് മുബാറക്ക ബേഗം സാഹിബ പറയുന്നു. അതുപോലെ ശിക്ഷണ കാര്യത്തിലെ മറ്റൊരു മൗലിക തത്വമായി പറയുന്നത് കുടുംബത്തിലെ ആദ്യ കുട്ടിയുടെ ശിക്ഷണത്തെക്കുറിച്ചാണ്. ആദ്യ കുട്ടിയെ നാം ഈ പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളർത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കുട്ടികളും അതുപോലെ തന്നെ വളർന്നു വരുന്നതാണ്. ഇനി ചില സന്ദർഭങ്ങളിൽ നാം പ്രാവർത്തികമായി കുട്ടികളെ തിന്മകളൊന്നും പഠിപ്പിക്കുന്നില്ല. എന്നിരുന്നിട്ട് കൂടി കുട്ടികളിൽ തിന്മകൾ ഉടലെടുക്കുന്നതായി കാണുന്നു. ഇതിനെക്കുറിച്ച് എന്താണ് സമീഹ സാഹിബയ്ക്ക് പറയാനുള്ളത്? ഇത് ചില സമയങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ്. അതായത് മാതാക്കൾ ദീനുള്ളവരായിരിക്കും, പക്ഷെ മക്കളിൽ ചില തിന്മകൾ നമ്മൾ കാണുന്നു. അതിനുള്ള കാരണം തിന്മയിലേക്കുള്ള ആകർഷണം അല്ലെങ്കിൽ ബലഹീനതയെ സ്വായത്തമാക്കാനുള്ള പ്രവണത, അത് മനുഷ്യപ്രകൃതത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം ഫതക്കിർ ഇന്ന ഫാത്തി സിക്ര, അതായത് ആവർത്തിച്ച് ഉപദേശിച്ചു കൊണ്ടേയിരിക്കുക. ഇതിനെ സംബന്ധിച്ച് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ള പറയുന്നത്, പ്രത്യക്ഷത്തിൽ ഈ ഉപദേശം സ്വാധീനം ചെയ്യുന്നതായി നമ്മൾ കാണണമെന്നില്ല. പക്ഷേ നമ്മൾ ക്ഷമയോടുകൂടി അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നമ്മൾ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രം എടുത്ത് നോക്കുമ്പം നമുക്ക് കാണാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വെളിപ്പെട്ട അതിമഹത്തായ ദൃഷ്ടാന്തം റസൂലുള്ളാഹിയുടെ ദുആയുടെയും നിരന്തരമായ ഉപദേശങ്ങളുടെയും ഫലമായിട്ടാണ്. മറ്റൊരു ഉദാഹരണമായി ഹസ്രത്ത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഹസ്രത്ത് ഇസ്മായിൽ അലൈഹി ഇസ്ലാം തൻ്റെ മക്കളെ നമസ്കാര കാര്യത്തിൽ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. ജീവിതാവസാനം വരെ ഉപദേശിച്ചു കൊണ്ട് ഇരുന്നിട്ടുണ്ട്. ഒരിക്കലും തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഉപദേശിക്കുന്നതിൽ മടുപ്പ് തോന്നിയിട്ടില്ല. അതുപോലെ നമ്മളും നമ്മുടെ കുട്ടികളുടെ നമസ്കാര കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളുടെ നമസ്കാരത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറ തീർച്ചയായും നേർമാർഗത്തിലാകുന്നതായിരിക്കും. നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നത്, നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവരായി തീരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അപായവും ഉണ്ടാകുന്നതല്ല. കുട്ടികളുടെ ശിക്ഷണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നത്, കുട്ടിയുടെ ഭാവി നല്ലതാണോ ചീത്തതാണോ ഏതായി തീരും എന്നതിനുള്ള ഉത്തരവാദികൾ മാതാക്കൾ തന്നെയാണ്. കാരണം മാതാക്കൾ ചെറുപ്രായം മുതലേ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ചെറുപ്രായം മുതലേ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നിട്ട് അവരിൽ ഒരു തിന്മയും ഉടലെടുക്കാൻ നമ്മൾ സമ്മതിക്കാതിരിക്കുകയാണെങ്കിൽ വലുതായി കഴിഞ്ഞാലും അവർ ഒരു പരിധി വരെ ഈ തിന്മകളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കും. എന്നാൽ നമ്മൾ ചെറുപ്രായത്തിൽ അവരിൽ എന്തെങ്കിലും ഒരു ദുശ്ശീലം കണ്ടു, അത് നമ്മൾ അവിടെ വെച്ച് തിരുത്തിയിട്ടില്ല എങ്കിൽ വലുതായി കഴിഞ്ഞാലും അവർക്ക് ആ ദുശ്ശീലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. തിന്മകളോ മോശമായ കാര്യങ്ങളോ ഒന്നും പ്രാവർത്തികമായി നാം പഠിപ്പിച്ചിട്ടില്ലെങ്കിലും നാം കാണിക്കുന്ന അശ്രദ്ധയും അലംഭാവവും എല്ലാം കൊണ്ട് കുട്ടിയിൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ഉടലെടുക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഉത്തരവാദി ഈ മാതാവ് തന്നെയാണെന്നാണ് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നത്. ജസാക്കല്ലാ. നമുക്ക് സഹദിയ സാഹിബയിലേക്ക് തിരിച്ചു വരാം. സ്വർഗം മാതാക്കളുടെ കാൽ കീഴിലാണ് എന്ന നബിവചനത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക രീതികളനുസരിച്ച് ശിക്ഷണം കാഴ്ചവെച്ച 1-2 മാതാക്കളുടെ ഉദാഹരണങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പാകെ ഒന്ന് പറയാമോ? ഇസ്ലാമിക കൽപ്പനകൾ അനുഷ്ഠിക്കുകയും തങ്ങളുടെ മക്കൾ നല്ല ശിക്ഷണം കരസ്ഥമാക്കിയവരുമായി കാണാൻ ആഗ്രഹിക്കുന്ന മാതാക്കൾ അവർക്ക് മാത്രമല്ല മുഴു സമുദായത്തിനും പ്രയോജനം നൽകുന്നവരായിരിക്കും.
ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഹസ്രത്ത് അമ്മാജാൻ റളിയല്ലാഹു അൻഹ. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ള പറയുന്നു, ഹസ്രത്ത് മസീമദ് അലൈഹി ഇസ്ലാം ഏത് രീതിയിലാണോ ഹസ്രത്ത് അമ്മാജാൻ റളിയല്ലാഹു അൻഹയ്ക്ക് ശിക്ഷണം നൽകിയിരുന്നത്, ആ ശിക്ഷണം ഹസ്രത്ത് അമ്മാജാൻ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ ഒരു ശാശ്വത രേഖയായി മാറിയിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ള ഒരു സംഭവം വിവരിക്കുകയുണ്ടായി. അതായത് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഹസ്രത്ത് അമ്മാജാൻ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു കത്ത് അയക്കുകയുണ്ടായി. ആ കത്തിന് മറുപടി ആയിക്കൊണ്ട് ഹസ്രത്ത് അമ്മാജാൻ റളിയല്ലാഹു അൻഹ ഇങ്ങനെ എഴുതി: നിന്റെ കത്ത് ലഭിച്ചു, സ്ഥിതിഗതികളെല്ലാം അറിഞ്ഞു. ഹജ്ജിന് പോകാനാണ് മൗലവി സാഹിബ് അഭിപ്രായപ്പെട്ടത്. എൻ്റെ മറുപടി ഇതാണ്: ഞാൻ നിന്നെ ദീനീ സേവനത്തിനായി ദൈവസമക്ഷം നൽകിക്കഴിഞ്ഞു. എനിക്കിനി ഒരു അവകാശവാദവുമില്ല. ദീനീ സേവനത്തിന് പോകാതെ ഉല്ലാസത്തിന് പോയവർക്കാണ് അപകടമുള്ളത്. നിനക്ക് യാതൊരു അപകടവും ഉണ്ടാകുന്നതല്ല. കരുണാമയനായ അല്ലാഹു തൻ്റെ സേവകരെ സ്വയം സംരക്ഷിക്കുന്നതാണ്. ഞാൻ നിന്നെ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു, നിന്നെ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു, ദൈവസമക്ഷത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാം നല്ലത് തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഹസ്രത്ത് അമ്മാജാൻ റളിയല്ലാഹു അൻഹ തൻ്റെ മക്കൾ എന്നും ദീനിന് പ്രാധാന്യം നൽകുന്നവരായി കാണാനായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. അതുപോലെ മറ്റൊരു ഉദാഹരണം ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ഒരു സ്ത്രീ തൻ്റെ രോഗിയായ മകനെയും കൊണ്ട് ഹസ്രത്ത് മസീമദ് അലി ഇസ്ലാമിൻ്റെ അടുക്കിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ ക്രിസ്ത്യാനിയായിരിക്കുന്നു, അവനെ ചികിത്സിച്ചാലും അതുപോലെ അവനെ കൊണ്ട് കലിമ ചൊല്ലിപ്പിക്കുകയും വേണം, അതിനുശേഷം അവൻ മരണപ്പെട്ടാലും പ്രശ്നമില്ല. ഹസ്രത്ത് മസീമദ് അലി ഇസ്ലാം ഈ മകനെ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു അവനെ ചികിത്സിക്കുകയും അതോടൊപ്പം അവനെ തബ്ലീഗ് ചെയ്യുകയും വേണമെന്ന്. എന്നാൽ ആ മകൻ അവൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അവൻ കലിമ ചൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ രാത്രി തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി. ഈ വിവരം അവൻ്റെ മാതാവ് അറിയുകയും അവനെ പിന്തുടർന്ന് ബട്ടാലയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് അവനെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ അവസാനം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ കുട്ടി വിശ്വാസം സ്വീകരിക്കുകയും അതിനുശേഷം അവൻ മരണപ്പെടുകയും ചെയ്തു. ആ മാതാവ് പറയുകയാണ്, എൻ്റെ മകൻ മരണപ്പെട്ടെങ്കിലും അവൻ കലിമ ചൊല്ലിയതിന് ശേഷമാണ് മരണപ്പെട്ടത്, അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിന് കുളിർമ ലഭിക്കുകയുണ്ടായി. ഹുസൂർ പറയുന്നു, ഇതാണ് യഥാർത്ഥ ശിക്ഷണം. അതായത് ഇസ്ലാം സ്ത്രീകളിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ ആത്മാവാണിത്. അതുപോലെ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറയുന്നു, ഒരു വ്യക്തി ആധ്യാത്മികമായി ഉന്നത പദവിയിൽ എത്തിച്ചേരുമ്പോൾ അയാളുടെ മാതാപിതാക്കളെയും കുടുംബക്കാരെയും അയാളോടൊപ്പം ചേർക്കുന്നു. വിശ്വാസിയെ വാർത്തെടുക്കുന്നതിൽ അവൻ്റെ മാതാപിതാക്കൾക്കും പങ്കുണ്ട്. ജസാക്കുമുള്ള. അവസാനമായി ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഉദ്ധരണി കൂടി കേൾപ്പിക്കുകയാണ്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, നല്ലവണ്ണം ഓർത്തുകൊള്ളുക, നിങ്ങളുടെ സന്താനങ്ങൾക്ക് ശരിയായ ശിക്ഷണം നൽകുക വഴി ഇസ്ലാമിനും ജമാഅത്തിനും നിങ്ങൾ ചെയ്യുന്ന സേവനം മറ്റാർക്കും തന്നെ ചെയ്യാൻ സാധ്യമല്ല. അവരുടെ മാതാക്കൾ ജമാഅത്തിന് സേവനം ചെയ്യാൻ തയ്യാറാകുന്ന നിലയിൽ കുട്ടിക്കാലം മുതൽ തന്നെ അവർക്ക് ശിക്ഷണം നൽകുക, സത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്ന അധ്യാപനം കുട്ടിക്കാലം മുതൽ തന്നെ അവർക്ക് നൽകുക. നിങ്ങളുടെ ജീവൻ ജമാഅത്തിന് വേണ്ടിയാണെന്ന അധ്യാപനം കുട്ടിക്കാലം മുതലേ അവർക്ക് നൽകുക. നിങ്ങൾ നിങ്ങളുടെ മക്കളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ആക്കി തീർക്കുകയാണെങ്കിൽ ഇസ്ലാമിന് വേണ്ടി അതിമഹത്തായ ഒരു സേവനമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. നിശ്ചയമായും നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കുന്ന അതേ പദവി നിങ്ങൾക്കും ലഭിക്കും. അള്ളാഹു നമുക്ക് നമ്മുടെ സന്താനങ്ങളെ ശരിയായ രീതിയിൽ ശിക്ഷണം നൽകുവാനുള്ള തൗഫീക്ക് തന്നരുളുമാറാകട്ടെ. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത രണ്ടുപേർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ജസാക്കുമുള്ള. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.